രാവിലെ തന്നെ അമ്മ ആരോടോ സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഈ രാവിലെ തന്നെ അമ്മ ഇതാരോടോ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചു. കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഉറക്കത്തിനോട് ബൈ ബൈ പറഞ്ഞ് പല്ല് തേച്ച് മുഖവും കഴുകി നേരെ അപ്പുറത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേ കാണുന്നത് എൻ്റെ ചങ്ക് തിണ്ടികൾ രാവിലെ തന്നെ ആഗതമായിരിക്കുകയാണ്. ഇന്ന് എന്ത് പണിയാണ് ആ വരുന്നതെന്ന് ആലോചിച്ചാ ഞാൻ അവിടേക്ക് പോയത്. രണ്ടും നല്ലപോലെ വെട്ടി വിഴുങ്ങുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ബസന്തിയുടെ ഇളി തന്നു രണ്ടും. ഞാനും കഴിക്കായിരുന്നു. അപ്പോഴാ രണ്ടിൻ്റെയും ഉദ്ദേശം അമ്മയോട് പറയുന്നത്. ഒരു 4 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പൊക്കാനെത്തിയതാ. പോകുന്ന കാര്യം ഇന്നലെ വിളിച്ചപ്പോൾ രണ്ടിനോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാം ഞാൻ കൊളാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് അവസാനമായപ്പോൾ അടപടലും ശശിയായതുകൊണ്ട് ഈ പ്രാവശ്യം 2 റിസ്ക് എടുത്തില്ലാത്രേ. അമ്മേനെ സോപ്പിട്ട് കാര്യം സെറ്റാക്കി. അച്ഛനവളുമാർ നേരത്തെ ചാക്കിലാക്കി. പിന്നെ അങ്ങനെ ഒരു മേളം തന്നെയായിരുന്നു. പോവാനായിട്ട് പാക്ക് ചെയ്യണ്ടേ. അങ്ങനെ 2 സഹായിച്ചുകൊണ്ട് ഒരുവിധം എല്ലാം സെറ്റായി. ഇനി എന്തെങ്കിലും വേണ്ടി വന്നാൽ വാങ്ങിച്ചെന്നേക്കാന്ന് ഉറപ്പും കിട്ടി. നമുക്ക് പിന്നെ എന്ത് വേണം. അങ്ങനെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ 3 ഇറങ്ങി. ട്രിപ്പിനെ പറ്റി വലിയ ധാരണ എനിക്കില്ലാത്തതുകൊണ്ട് ആകാംക്ഷാകുലനായ എന്താന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാൻ അവരോട് എങ്ങടാ പോണേന്ന് ചോദിച്ചു. അപ്പം കുരിപ്പുകൾ കുറേ അറിയില്ലാന്ന്. വീട്ടിൽ നിന്ന് 4 ദിവസം പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം 4 ദിവസം അടിച്ചു വിളിക്കാം, തിരിച്ച് വീട്ടിൽ കയറ്. പോയി എവിടെയെങ്കിലൊക്കെ എത്തുമല്ലോ എന്ന്. ആകെ ഉണ്ടായിരുന്ന എൻ്റെ കിളികൾ വരെ രാജ്യം വിട്ട അവസ്ഥ. അങ്ങനെ യാത്ര തിരിച്ചു. കൂടെ 3ൻ്റെയും പേടകങ്ങളും ഉണ്ട്. കാട്ടിലൂടെയൊക്കെ പോണിയുണ്ട്. തമ്പുരാനറിയാം അവിടെ എത്തുമെന്ന്. ഫുഡൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മുഖ്യമല്ലേ. ഇടയ്ക്കൊരു അടിപൊളി അരുവി കണ്ട് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് മുഖവും കഴുകി വീണ്ടും യാത്ര തുടങ്ങി. രാത്രി കാട്ടിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പ്ലാനായി. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഇരുട്ട് കാടിനെ മൂടാൻ തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 മാത്രം. ഞങ്ങളുടെ വെളിവുത്തരവും കളികളും ചിരികളൊക്കെയായി. ശരിക്കും ഇരുട്ട് വന്നപ്പോൾ 3നും വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ 3 കൂടി കുറച്ച് വിറകൊക്കെ കൂട്ടി തീയിട്ടു. അതിൻ്റെ ചുറ്റിനിരുന്ന് പ്രേതകഥകൾ പറയാൻ തുടങ്ങി. എന്താ ചെയ്യുക, പേടിയൊക്കെ ഉണ്ടെങ്കിലും 3 ഒന്നിച്ചാൽ 3നും വല്ലാത്ത ധൈര്യ. അവസാനം പറഞ്ഞ് 3 കൂടെ ചെറുതായിട്ട് പേടിച്ചു. അപ്പോഴാ കുറ്റിക്കാട്ടിലൊരനക്കം. അയ്യോ അമ്മയെ പ്രേതം വന്നേന്നും പറഞ്ഞ് 3 കൂടെ ഒറ്റ ചാട്ടമായിരുന്നു. അപ്പോഴും ഒരുമിച്ച് എന്നോട് 3 ശ്രദ്ധിച്ചിരുന്നു. ഓടിത്തളർന്ന് 3 ഒരു പാറപ്പുറത്തിരുന്നു. കിതപ്പം നടങ്ങിയപ്പോഴാണ് ബോധം വന്നത്. ഇനി എന്ത് ചെയ്യും? ഈ രാത്രി തിരിച്ചു വഴി കണ്ടുപിടിക്കൽ റിസ്ക് തന്നെയാണ്. അപ്പോഴാണ് കുറച്ച് നീങ്ങിയൊരു വീട് കാണുന്നത്. വീടെന്നൊക്കെ പറഞ്ഞതിനെ ചെറുതാക്കി കളയാൻ പറ്റില്ല. പ്രേതകഥയൊക്കെ പറഞ്ഞ് പേടിയുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് 3 കൈകൾ കോർത്ത് കോട്ടയിലെത്തി. തിരിച്ചു പോകൽ അൺസൈക്കബിൾ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. കാണുമ്പോൾ തന്നെ ഹൊറർ ലുക്കുള്ളതുകൊണ്ട് വലിയ മൃഗങ്ങളൊന്നും അങ്ങോട്ട് വരാറില്ലെന്ന് ഉറപ്പാ. ഗേറ്റ് കടന്നകത്തെത്തി. ഡോറ് തള്ളിയപ്പോൾ തന്നെ തുറന്നു വന്നു. പേടിയുണ്ടെങ്കിലും പുറത്തു കാട്ടാതെ 3 ഒരുമിച്ച് കാലെടുത്ത് അകത്തേക്ക് വെച്ചു. അപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു പൂച്ച മുന്നിലേക്ക് ചാടി. അകത്ത് കയറിയപ്പോൾ തന്നെ അടിപൊളി സ്ഥലം. ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായി. കോട്ടപ്പുറത്ത് നോക്കുമ്പോൾ ഹൊററാണെങ്കിലും അകത്ത് ലക്ഷറിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏതോ ഒരു സായിപ്പ് നിർമ്മിച്ച വീടാണ്. അങ്ങനെ പേടിയൊക്കെ മാറി ഞങ്ങൾ ചുറ്റിക്കാണാൻ തുടങ്ങി. ഭാഗ്യത്തിന് കറണ്ട് ഉണ്ടായിരുന്നു. ചുറ്റി നടക്കുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആരോ ഫോളോ ചെയ്യുന്ന ഫീല്. തിരിഞ്ഞു നോക്കി, കണ്ടില്ല. പിന്നെ നടന്നു. 3 ഒരുമിച്ച് തിരിഞ്ഞു. അതാ മുന്നിലൊരു സ്ത്രീ. ഇത്രയും നേരം ഇവിടെ കണ്ടില്ലല്ലോ, ആരാന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറയുക ഈ കോട്ടമണിത സായിപ്പിന്റെ ലവറായിരുന്നു എന്ന്. ലവ് എന്നൊക്കെ കേട്ടപ്പോൾ ആകാംക്ഷ മൂത്ത് പേടിയൊക്കെ മാറി. മുന്നിലുള്ളത് പ്രേതാണെന്ന ബോധം പോലും 3നും ഇല്ല. ലവ് സ്റ്റോറികൾക്ക് റെഡി ആയിട്ടിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഫെർണോ എന്ന സായിപ്പിന്റെ കോട്ടയായിരുന്നത്. ആ സമയത്ത് പുള്ളിക്കാരൻ ഗ്രേസ് എന്ന നമ്മുടെ പ്രേതം സേച്ചിയെ സെറ്റാക്കി. തെണ്ടിപ്പട്ടി. അയാൾ എന്നിട്ട് പ്രേമം നടിച്ച് പാവത്തിനെ അങ്ങ് കൊന്നു. പുള്ളിക്കാരത്തിയുടെ സ്വത്തിന് വേണ്ടി. പണ്ടേ ബ്രിട്ടീഷുകാർ ആർത്തി ടീംസ് ആണല്ലോ. മദാമ സേച്ചി വെറുതെ വിടോ, പ്രേതായി വന്ന് അങ്ങേരങ്ങ് തട്ടി. അതിൽ പിന്നെ സേച്ചി കോട്ടയിൽ സ്ഥിരതാമസം ആക്കിയതാത്രേ. ഇത്ര നാൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. പാവം. താമസിക്കാൻ ഒത്തിരി ആളുകളൊക്കെ വന്നത്രേ. അപ്പോഴൊക്കെ സേച്ചി അവരോട് കമ്പനി വിടാൻ ചെല്ലും. അവർ പ്രേതത്തെ പേടിച്ച് സ്ഥലം വിടും. അപ്പോഴാണ് ഞങ്ങളുടെ എൻട്രി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് അവിടെ കിടന്നുറങ്ങി. 3 ദിവസം സേച്ചിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ഇടയ്ക്ക് കോട്ട വിസിറ്റ് ചെയ്യാൻ വരാമെന്നും പറഞ്ഞ് ഇടയ്ക്ക് കോട്ട വിസിറ്റ് ചെയ്യാൻ വരാമെന്നും വാക്കുകൊടുത്ത് 4ാം നാൾ ഞങ്ങൾ വീട്ടിൽ പൊങ്ങി.